നമസ്കാരം 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലസ്ഥാനത്ത് രൂക്ഷമായ പാചകവാതക കുടിവെള്ളക്ഷാമം, CET അടച്ചു. ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ട്വിസ്റ്റ്, കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്കും ഷാജി വെങ്ങേരിയിലേക്കും. ശബരിമല കേസ് യുവതീ പ്രവേശനത്തെ എതിർത്ത മനു സിംഗ്വി ദേവസ്വം ബോർഡിനായി ഹാജരാകും. മാസപ്പടി കേസ്, ഷോൺ ജോർജിന് അനുകൂല വിധി. CMRL രേഖകൾ കൈമാറുന്നത് തടഞ്ഞ് ഹൈക്കോടതി. NCP സ്ഥാനാർത്ഥി പട്ടികയായി. എലത്തൂരിൽ വീണ്ടും AK ശശീന്ദ്രൻ. വാർത്തകൾ വിശദമായി. തലസ്ഥാന നഗരിയെ പിടിച്ചുലയ്ക്കുന്ന പാചകവാതക ക്ഷാമവും കുടിവെള്ള പ്രതിസന്ധിയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നഗരത്തിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജായ CET ഹോസ്റ്റലുകളിൽ ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലാത്ത സാഹചര്യം വന്നതോടെ കോളേജ് താൽക്കാലികമായി അടച്ചുപൂട്ടാൻ അധികൃതർ തീരുമാനിച്ചു. വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം ഈ മാസം 19-ാം തീയതി വരെയാണ് അവധി നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറും. KM ഷാജിയെ വേങ്ങരയിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് സൂചന. കാസർഗോഡെ പ്രാദേശിക എതിർപ്പ് പരിഗണിച്ചാണ് ഷാജിയെ വേങ്ങരയിൽ പരിഗണിക്കുന്നത്. KM ഷാജിക്ക് ഉറച്ച സീറ്റ് നൽകണമെന്നാണ് സാദിഖ് അലി തങ്ങളുടെ നിലപാട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുസ്ലിം ലീഗ് നേതൃത്വ യോഗം മലപ്പുറത്ത് ചേരുകയാണ്. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലെ തീരുമാനം PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുകയാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയെ മാറ്റി യുവതീ പ്രവേശനത്തെ ശക്തമായി എതിർത്ത സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കേസിൽ ഹാജരാകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തി. അഭിഷേക് മനു സിംഗ്വി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകും. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തോടൊപ്പമുള്ള അനുബന്ധ രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ അനുകൂല ഉത്തരവ്. CMRL കമ്പനിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയവരുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഹർജി എറണാകുളം അഡീഷണൽ സെഷൻ കോടതി അംഗീകരിച്ചു. 2019-ൽ CMRL MD ശശിധരൻ കർത്തയിൽ നിന്നും പിടികൂടിയ മാസപ്പടി ഡയറിയുടെ പകർപ്പാണ് ഹർജിക്കാരന് കൈമാറേണ്ടത്. എന്നാൽ വിധി അനുകൂലമാണെങ്കിലും പകർപ്പ് ഉടൻ കൈമാറാനാകില്ല. CMRL നൽകിയ ഹർജിയിൽ വിധി പറയാൻ അനുവദിച്ച ഹൈക്കോടതി പകർപ്പ് കൈമാറുന്നത് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. CFO സുരേഷ് കുമാർ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി നടപടി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NCP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എലത്തൂരിൽ മുക്കം മുഹമ്മദിന്റെ ആവശ്യം തള്ളി. എലത്തൂരിൽ AK ശശീന്ദ്രനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. 9-ാം തവണയാണ് ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നത്. കുട്ടനാട് മണ്ഡലത്തിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് തോമസ് K തോമസ് വീണ്ടും മത്സരിക്കും. കോട്ടയ്ക്കൽ മണ്ഡലത്തിലായിരുന്നു നേരത്തെ NCP മത്സരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ മലപ്പുറം മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. KT മുജീബാണ് മലപ്പുറത്തെ NCP സ്ഥാനാർത്ഥി. മുൻ മന്ത്രി KT ജലീലിന്റെ ബന്ധുവാണ് മുജീബ്.